ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കയ്യിൽ ഇത്രയും ആയുണ്ട്. ഇത് കുറച്ച് ടൈം നിന്നപ്പോൾ തന്നെ കിട്ടിയതാണ്. നമുക്കിനി ഇവന്മാരുടെ കയ്യിൽ നിന്ന് ടൂൾസും ആർമറൊക്കെ ഒന്ന് സെറ്റാക്കണം. നമ്മൾ ട്രേഡിങ് ഏരിയയിലും ആൻഗോളം സ്പോൺ ആയിക്കണ്. ഇനി ടൂൾസും ആർമറൊന്നും ഒപ്പിക്കാൻ അതിനകത്തും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ആയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇവന്മാർക്ക് വിറ്റാൽ മതി. പെട്ടെന്ന് എമറാൾട്ട് കിട്ടും. നമുക്ക് അയണിൻ്റെ ട്രേഡ് ഇവന്മാർക്ക് വിൽക്കാം. അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇവന്മാരുടെ കയ്യിൽ തന്നെ ടൂൾസും ആർമറും വാങ്ങാൻ പറ്റും. കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മൾ പോയി കണ്ട് ലാവയിൽ വീണേ. അങ്ങനെ നമ്മളെ ടൂൾസും ആർമറൊക്കെ ലാവയിൽ പോയി. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റാക്കട്ടെ. ഫസ്റ്റ് നമുക്ക് സോഡ് വാങ്ങാം. 19 എമറാൾഡ് ഉള്ളൂ. ഇവൻ്റെ കയ്യിൽ നിന്ന് ഇത് ഫുള്ളും വാങ്ങണം. പക്ഷെ നമുക്ക് പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് മാത്രം വാങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ളത് പിന്നെ വന്ന് വാങ്ങാം. ഈ ഭാഗത്തുള്ള ഗോളത്തിനും കൂടി ഒന്ന് തീർക്കട്ടെ. വേറെ റെയിൽ വെച്ചുകൊണ്ടാണ് തോന്നുന്നത് നമ്മുടെ അടുത്തേക്ക് വരാത്തത്. അവിടെ ലോക്കായി. ഏകദേശം നൈറ്റായി തുടങ്ങി. നമുക്ക് ആ ഭാഗത്ത് അയൺ ഫാമിൻ്റെ ഭാഗത്ത് കുറച്ച് വില്ലേജസ് ഉണ്ട്. അവന്മാരുടെ ഒന്ന് തുറന്നു വിടണം. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ആർമറൊന്നും ഇല്ലാതെ പോയാൽ എന്തായാലും നമ്മൾ മരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ഷീൽഡ് ഉണ്ടാക്കട്ടെ. ഇനി നമുക്ക് ആ ഭാഗത്ത് പോയി കണ്ട് അവന്മാരെ തുറന്നു വിടാം. ഈ ഭാഗത്ത് ഫുള്ള് സോംബീസും സ്കെൽറ്റനൊക്കെയാണ്. നമുക്ക് ഈ അയൺഗോളത്തിനൊന്ന് റിലീസ് ചെയ്യാം. അതിൻ്റെ അകത്തൊരു അയൺഗോളം ഉണ്ട്. അതൊക്കെ ഇവന്മാർ നോക്കിക്കോളും. പിന്നെ പേടിക്കേണ്ട ക്രീപ്പറിനാണ്. ഈ ഭാഗത്ത് 8 വില്ലേജേഴ്സ് ഉണ്ട്. ഇവന്മാരൊന്ന് തുറന്നു വിടണം. ആ ബെഡ് പൊട്ടിച്ച് നമുക്ക് മേലെ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്ഥലത്തെ ബെഡ് സെറ്റാക്കുകയാണ്. അതിന് കുറച്ച് ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ബെഡ് പൊട്ടിച്ചപ്പോൾ അവന്മാർ പുറത്തേക്ക് ചാടി. അത് സെറ്റാക്കാം നമുക്ക്. അങ്ങനെ രണ്ടാമത്തെ സൈഡത്തെ ബെഡ് നമ്മൾ വെച്ച് ഇനി താഴത്തേക്ക് ഇറങ്ങി ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. അവന്മാർക്ക് സുഖമായിട്ട് മേലേക്ക് വരാൻ പറ്റും. അവന്മാർ വരുന്നുണ്ട്. ഓരോരുത്തർ കയറി പോകുന്നുണ്ട്. നമുക്ക് പേടിക്കാനൊന്നുമില്ല. എല്ലാവരും കയറി. ഇനി ബാക്കി വില്ലേജ് 4 ആൾക്കാർ പുറത്താണ് നിൽക്കുന്നത്. ഇവന്മാരൊന്ന് അതിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റണം. ഈ ഭാഗത്ത് 2 വില്ലേജസ് കയറി നിൽക്കണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വെള്ളത്തിൽ തന്നെ ചാടിക്കാണ്ട് ഒഴുകിപ്പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങാം. ഇനി ബാക്കിയുള്ള വില്ലേജസിനും കൂടി ഒന്ന് കൊണ്ടുവരണം. അത് ഒരുത്താൻ വെള്ളത്തിൽ 2 ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങി. ഇതാണ് ഇവന്മാരെ പ്രശ്നം. ഇനി ഒന്നും കൂടി നമുക്ക് വില്ലേജസിനെ ഒപ്പിക്കണം. വീണ്ടും 4 വില്ലേജസിനെ ഇതിനകത്ത് ആക്കിയിരിക്കണേ. ഇനി നൈറ്റ് ആവോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം അവന്മാരെ അതിൻ്റെ മേലേക്ക് ആക്കാൻ. ഒരുത്തത് ഒഴുകി പോണത്. ഏകദേശം നൈറ്റായി തുടങ്ങി. നമുക്ക് ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. വില്ലേജസ് മേലേക്ക് വന്നോളും. അവന്മാരൊക്കെ മേലേക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് വികാതെ കറക്റ്റിന് പോയി ബെഡ് കയറിയാൽ മതിയായിരുന്നു. 4 വില്ലേജസും ഒരു സ്ഥലത്തേക്ക് തന്നെ പോണത്. അവന്മാരവിടെ കയറി കിടന്ന് നമുക്ക് സ്ലാബ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഈ ഭാഗത്തൊരു സോംബിനെ എത്തിക്കാണ്ട്. അപ്പോൾ നമുക്ക് ഈ സോംബിനെ ഈ ഭാഗത്തേക്കൊന്ന് കൊടുന്ന് ഇടാൻ പറ്റുമോ നോക്കട്ടെ. മെല്ലെ നമുക്ക് കയറി പോകാൻ പറ്റുമോ? അവനക്ക് കൊണ്ട് വരാൻ പറ്റൂല. അവൻ വരുന്നുണ്ട്. ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ട് വരാൻ പറ്റും. ഇത് പൊട്ടിച്ചാൽ അവൻ ഇറങ്ങിയില്ല. നേരെ വെള്ളത്തിൽ പോയി വീണു. ഇനി അവനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും സോംബിനെ കിട്ടുമെന്ന് നോക്കട്ടെ. വേറെ ഒരു സോംബിനെ കൂടി കിട്ടി. ഇവനിഞ്ഞ് അപ്പുറത്തേക്കൊന്ന് വികാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്ക് വെച്ചിരിക്കണം സൈഡിൽ. ഇനി ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഒരു ബ്ലോക്കും കൂടി വെച്ചു കൊടുക്കാം. ചിലപ്പോൾ അവന് പോയി കണ്ട് വീകും. നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തേക്കണേ. നമുക്ക് ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ അവൻ അതിലേക്ക് ഇറങ്ങേണ്ടതാണ്. രാവിലെ അവനീൻ്റെ മുന്നേ ചെയ്യണം, അല്ലെങ്കിൽ അവൻ മരിക്കും. അങ്ങനെ കറക്റ്റായിട്ട് കിട്ടി. ഇനി ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഈ ഭാഗത്ത് വില്ലേജസൊന്നും ബെഡിൻ്റെ ഭാഗത്തല്ല നിൽക്കുന്നത്. ഇവന്മാർ പുറത്തിറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതെന്തായാലും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ. ഇവന്മാരെല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെച്ച സ്ലാബ് ഒരു ബ്ലോക്ക് ഹൈറ്റിലാണ് വെച്ചിരിക്കണത്. ഒന്ന് താഴ്ത്തി വെക്കണം. എന്നാലാണ് ഇവന്മാർ നല്ലപോലെ ഇതിനകത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആക്കട്ടെ. ഈ മേലെ ഭാഗത്ത് വെച്ച ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി നമുക്കിത് കറക്റ്റായിട്ട് അടിയിലാക്കി വെക്കണം.
അതങ്ങനെ ക്ലിയർ ചെയ്തെടുത്ത് നമ്മൾ വെച്ച ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് സോംബീസിനെയും വില്ലേജസിനെയൊക്കെ മേൽക്കാക്കണ പണി നടക്കൂല. അപ്പം കുറച്ച് അയൺ എടുത്തുകൊണ്ട് നമുക്ക് വിൽക്കാം. എന്നിട്ട് കുറച്ച് എമറാൾഡ് ഒളിപ്പിച്ചിട്ട് ബാക്കി ആർമറൊന്ന് കംപ്ലീറ്റ് ആക്കണം. ഇതിൽ കുറച്ച് അയൺ വന്ന് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അയൺകോളം വരുന്നുണ്ടായതുകൊണ്ട് നല്ല അയൺ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയി നമുക്കൊന്ന് വിൽക്കാം. ഇനി ഇവന്മാരുടെ അടുത്തൊന്ന് ട്രേഡ് ചെയ്യട്ടെ. അങ്ങനെ കുറച്ച് എമറാൾഡ് ഒപ്പിക്കണം നമുക്ക്. ഇവനക്കും കൂടി നമ്മൾ അയൺ കൊടുക്കുമ്പോൾ നമ്മളതിൽ 51 എമറാൾഡ് ഉണ്ട്. നമുക്കൊരു ബൂട്ട്സ് വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ലെഗിൻസ് വാങ്ങാം. ഇതിനുള്ള എമറാൾഡ് നമ്മളെ കയ്യിലുള്ളൂ. ഇനി ബാക്കിയുള്ള അയണും കൂടി നമുക്ക് ട്രേഡ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു ഹെൽമെറ്റ് കൂടി വാങ്ങാം. ഇപ്പോൾ നമ്മളെ ഡയമണ്ട് ആർമർ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഡയമണ്ട് ആർമറായി. ഇനി നമുക്ക് ടൂൾസും കൂടി ഒന്ന് ഒപ്പിക്കണം. നൈറ്റ് ആവുന്നുണ്ട്. നമുക്കപ്പോൾ ഉറങ്ങി വെച്ചിട്ട് വരാം. ഇവനെന്താ നമ്മളെ വീട്ടിലൊന്ന് നിൽക്കണ്? കിടന്ന ഇവ മോൺസ്റ്ററാണല്ലേ. അവനെ നമുക്ക് തീർക്കാം. അവനൊരു ഡേർട്ട് ബ്ലോക്ക് തന്നെ, അല്ലാതൊന്നുമില്ല. നമുക്ക് ഉറങ്ങി വെച്ചിട്ട് അടുത്ത പണി നോക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അയണും കൂടിയും വിറ്റ് എമറൽഡ് ആക്കാം. അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു എഫിഷ്യൻസി 2 ആക്സും വാങ്ങാം. ഇനി ഒരു ക്രോസ്ബോ വാങ്ങാം നമുക്ക്. ഞാനത് യൂസ് ചെയ്യില്ല. 3 എമറാൾഡ് ആയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അധികം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് കുറച്ച് ആരോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 22 ആരോ ഉണ്ട് നമ്മളെ കയ്യിൽ. അത് ആവശ്യത്തിനുള്ളത് തൽക്കാലത്തിനുള്ളതുണ്ട്. ഇനി നമുക്ക് ഒപ്പിക്കാം എങ്ങനെയായാലും. ഇപ്പം എൻ്റെ അയൺകുളം ഫാം വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഭാഗം. ഇടയ്ക്ക് വർക്കാവും, ഇടയ്ക്ക് വർക്കാവില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. എത്ര അയൺ ഉണ്ടോയെന്ന് നോക്കട്ടെ. ഇതിലിപ്പോൾ ഇത്രയും അയൺ വന്നിരിക്കുന്നുണ്ട്. ഏകദേശം ഈ ചെസ്റ്റ് നിറയാനായി. അത്രക്കും അയണ്ട് നമ്മളെ കയ്യിൽ നിറഞ്ഞ് അത്രക്കും അയണ്ട്. ഇത് ഇടയ്ക്ക് വർക്കാവും, ഇടയ്ക്ക് വർക്കാവില്ല. പക്ഷേ ഇപ്പം എന്താ അറിയില്ല, നല്ല വർക്കിംഗ് ആണ്. ഇതെന്തായാലും ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റണം. ഇവിടെ ഇരിക്കണ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും പൊട്ടിച്ച് മാറ്റണം. നമുക്കെന്തായാലും ഒരു വലിയ അയൺ ഫാം ഉണ്ട്. അതിന് അത്യാവശ്യത്തിനുള്ള അയണൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിനല്ല, ആവശ്യത്തിന് ഏറെയുള്ള അയൺ അതിന് കിട്ടുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ബിൽഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പിക്കാസ് വാങ്ങാം. അതിൽ അത്യാവശ്യമായതുകൊണ്ട് 2 വാങ്ങി വെക്കാം. ഇനി നമ്മളെ സോംബി സ്പോണറിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് SP ഒപ്പിക്കണം നമുക്ക് പിക്കാസിലേക്ക് ആഡ് ചെയ്യാൻ. 2 എഫിഷ്യൻസി 3 ആണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി 4 ആക്കി കിട്ടും. അതിനായിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ശവലൊന്ന് ചെയ്തെടുക്കണം. ഞാൻ 2 ശവലും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതിനുള്ള SP നമ്മളെ കയ്യിലില്ല. 10 SP കാണാൻ 2 ഉള്ളൂ. ഇവന്മാരെ ഇവിടെ ഒന്ന് തീർത്താൽ മതി. ഇവന്മാരെയും കൂടി ഒന്ന് തീർത്താൽ മതി. അങ്ങനെ 10 ലെവലായി. നമുക്ക് ശവലും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എഫിഷ്യൻസി 4 ആവും. പിന്നെ നമുക്ക് അയൺ ഫാമക്ക് കുറച്ചുകൂടി വില്ലേജസിന് ആവശ്യമുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള വില്ലേജസ് ഉണ്ട്. ഇനി ഇവന്മാരൊക്കെ ഒന്ന് പുറത്തേക്ക് എത്തിക്കണം നമുക്ക്. അതിന് വേണ്ടി നമുക്ക് 2 ബോട്ട് ഉണ്ടാക്കി വരണം. ഇവന്മാരെല്ലാവരും ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ 2 ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇവന്മാരെ ഇറങ്ങിപ്പോവും. ഇനി നമുക്ക് ഈ മൈൻകാട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ബോട്ടും വെച്ച് കൊടുക്കണം. അപ്പോൾ തന്നെ വലിയ ഇതിൽ കയറി ഇരുന്നോളും അടുത്ത വില്ലേജറിന് എടുക്കുന്നതിന് മുന്നേ. അങ്ങനെ നമ്മൾ 6 വില്ലേജസിനെ സെറ്റാക്കിക്കണേ. ഇവന്മാരെ ആ ഭാഗത്തേക്കൊന്ന് എത്തിക്കണം. അങ്ങനെ ഇവന്മാരെ ഈ കൂട്ടിൽ പിടിച്ചിട്ടിക്കണേ. ഇവന്മാരെ ഇതിൽ നിന്ന് പുറത്ത് പോകുന്നില്ല. ഇനി ഇതിൽ നിന്ന് ബോട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. നൈറ്റ് ആകുമ്പോൾ ഇവന്മാർ ബെഡ് പോയി കിടന്നോളും. നൈറ്റായി നമുക്ക് ഈ ബ്ലോക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. നല്ലാണ് ഇവന്മാർ കയറി പോവുള്ളൂ. ഇനി ഇവന്മാരെല്ലാവരും കൂടെ വരേണ്ടതാണ്. എല്ലാവരും വരുന്നുണ്ട്. ഇവന്മാർ കയറി ഇരിക്കണേ നമുക്ക് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യണം. അതിൻ്റെ പിന്നാലെ തന്നെ സോംബിയും വരുന്നുണ്ട്. 4 ആൾക്കാർ കയറിയാൽ ക്ലോസ് ചെയ്യണം. ഇവനെ ഇവിടുന്ന് ഒന്ന് തട്ടിയിടാം. അടിക്ക് പോയി. ഈ ഭാഗം ഒന്ന് സ്ലാബ് വെച്ച് കവർ ചെയ്തെടുക്കുക. ഒരു വില്ലേജർ മാത്രം പുറത്ത് നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ 4 വില്ലേജസ് ആയി. 5ാമത്തെ ഒരുത്തനാണ് ഇത് വന്ന് നിൽക്കുന്നത്. അവിടെ നിൽക്കട്ടെ തൽക്കാലത്തിന്. നമുക്ക് സോംബിനെ ഇരുത്താനുള്ള ഏരിയയും കൂടി ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാം. അങ്ങനെ നമ്മളൊരു സോംബിനെ കൊണ്ട് എത്തിച്ചിരിക്കണേ. ഇനി ഇവനും കൂടി ഒന്ന് ഇതിലേക്ക് ആക്കണം. ഒന്ന് പറ്റുമോ നോക്കട്ടെ. ഇവൻ്റെ സൈഡിലൊന്ന് ബ്ലോക്ക് വെക്കട്ടെ, അല്ലെങ്കിൽ ഇവൻ താഴത്തേക്ക് പോവും. ബാക്കിൽ ബ്ലോക്ക് വെക്കാൻ പറ്റണില്ല. തൊട്ട് ബാക്കിൽ വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ സ്ലാബ് പൊട്ടിച്ചു കൊടുക്കാം. ഒന്നും കൂടി ബാക്കിൽ വെക്കാൻ പറ്റുമോ നോക്കട്ടെ.
ആ ഇനി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും താഴത്തേക്ക് പോയി ആദ്യം തന്നെ നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇനി അടുത്ത സോംബിനെ കൊണ്ടുവരാൻ നോക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഏരിയയിലും കൂടി വില്ലേജസിനെ ആക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വില്ലേജസ് കൂടി ഇനി ഒപ്പിക്കട്ടെ. ഇതിൽ 4-5 വില്ലേജസ് ഉണ്ട്. ഇവന്മാരെ എത്തിക്കാം. 2 വില്ലേജർമാരെ കൂടി കിട്ടിയിരിക്കണേ. നമുക്ക് അവിടെ കൊണ്ടുവരുത്താം. നൈറ്റ് ആകുമ്പോൾ നമുക്ക് മേലേക്കാക്കാം. ഈ ഭാഗത്തൊരു ബ്ലോക്ക് മാതിരി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ഇതിൽ കൊണ്ടുവന്നിരുത്താം. പിന്നെ നൈറ്റ് ആകുമ്പോൾ സ്റ്റെയർ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. 4 വില്ലേജർമാരെ കൂടി സെറ്റാക്കിയിരിക്കണേ. പക്ഷേ 2 ബേബി വില്ലേജേഴ്സാണ്. അവിടെ എത്തിയതിന് ശേഷം വലുതാവണം. ഇവന്മാരെയും കൂടി ആ ഭാഗത്ത് കൊണ്ടുവരുത്താം. അങ്ങനെ ഇവന്മാരോട് എത്തിച്ച് ബേബി വില്ലേജസിൻ്റെ ബോട്ട് താഴത്തേക്ക് മുങ്ങിയപ്പോൾ അവന്മാർ പുറത്തേക്ക് ഇറങ്ങി. അവന്മാരവിടെ പോയി. ഇനി ഈ ഭാഗത്ത് 4 വില്ലേജസ് ഉണ്ട്. ഇവരെ എങ്ങനെയും അതിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതിൽ നമുക്ക് 2 വില്ലേജസിനെ കിട്ടി. പക്ഷേ 2 ആൾക്കാർ ഇതിലും 2 ആൾക്കാർ ഇതിലുമാണ് വന്നിരുന്നത്. നമുക്ക് ഈ ഭാഗത്ത് ബെഡൊന്ന് പൊട്ടിച്ചു കൊടുക്കാമല്ലേ. അപ്പോൾ അവന്മാർ ആ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. ഒരാളെ ബെഡ് നമ്മൾ പൊട്ടിച്ച് ഇവൻ കറക്റ്റായിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവനും കൂടി ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. അടിയിൽ ബ്ലോക്ക് വെച്ചിട്ടാണ് ബെഡ് പൊട്ടിക്കണത്, അല്ലെങ്കിൽ താഴത്തേക്ക് പോകും. അവന്മാർ കറക്റ്റായിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ഈ ഏരിയ ഒന്ന് സ്ലാബ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. അതങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അപ്പുറത്ത് ബെഡ് പോയി വെക്കണം. ഈ ഭാഗത്തൊക്കെ ഒന്ന് ബെഡ് വെച്ച് കംപ്ലീറ്റ് ആക്കട്ടെ. അതങ്ങനെ കംപ്ലീറ്റ് ആയി. നമുക്ക് അപ്പുറം ഭാഗത്ത് സോംബിനെ കൊണ്ടിരുത്തണം. അപ്പോൾ അതൊന്ന് നോക്കട്ടെ. അയ്യോ ബേബി സോംബി. കയ്യിൽ സോഡും ഉണ്ട്. കിട്ടിയാൽ നല്ല കിട്ടൽ കിട്ടും. പെട്ടെന്ന് മേലെ കയറിയാണ്ട് ബ്ലോക്ക് വെക്കാം. ഇതൊന്ന് സോംബീസിൻ്റെ കോട്ടയാണ് ഈ ഏരിയ. നമുക്ക് എന്തായാലും ഇത്ര തോനെ സോംബീസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് കുറച്ച് ആൾക്കാരെ എന്തായാലും തീർക്കാം. പ്രത്യേകിച്ച് ബേബി സോംബിനെ തീർക്കണം. ആൾക്കാരെ ഒരു അടി കിട്ടി. നമ്മൾക്ക് കുറച്ച് സോംബീസിനെ കിട്ടി. നമുക്ക് ഇത്ര തോന്നെ ആൾക്കാർ വേണ്ട, തന്നെ മതി. ബാക്കിയുള്ളവരൊക്കെ തീർക്കണം. ഈ ആർമർ ഇട്ട ആൾക്കാരാണ് ഒന്നുകൂടി നല്ലത്. കാരണം വെച്ചാൽ അവർ ഡീസ്പോൺ ആവില്ല. മറ്റേ ആൾക്കാർ ഡീസ്പോൺ ആവുന്നുണ്ട്. ഒന്നെങ്കിൽ നെയിം ടാഗ് കാണാം. അത് നമുക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. ഒരു ആർമർ ഇട്ട ആൾ വെള്ളത്തിൽ പോയി. ഇനി 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരുത്തന്നെ ആർമർ ഇട്ടുണ്ട്. ഇതാരാ? എല്ലാവരും കാര്യത്തിലും തീരുമാനമായി. ഇതാണ് ഇവന്മാരെ പ്രശ്നം. ഇനി രണ്ടാമത് ഒരു റൂമിന് കൊണ്ടുവരണം. ഒന്നെങ്കിൽ ആർമർ ഉള്ളതാവണം, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഐറ്റംസ് ഉള്ളതാവണം. ബാക്കിയുള്ള ആൾക്കാർ ഡീസ്പോൺ ആവും. ഇനിയും വില്ലേജസിന് ആവശ്യമുണ്ട്. അയൺ ഫാമിക്ക് നമ്മളെ കയ്യിലിപ്പോൾ വില്ലേജസ് ഇല്ല. അപ്പോൾ ഞാൻ വില്ലേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് വില്ലേജസിനെ നമുക്ക് എടുത്തു കൊണ്ടുപോവാം. അങ്ങനെ നമ്മൾ 4 വില്ലേജസിനെ സെറ്റാക്കിയിരിക്കണേ. ഇവന്മാരെ ആ ഭാഗത്തേക്ക് കൊണ്ടെത്തിക്കണം. ഇവന്മാരങ്ങനെ ഈ ഭാഗത്തേക്ക് എത്തിച്ച് ഈ ഏരിയ ഒന്ന് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ബോട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഈ വില്ലേജർ നാൾ ക്രീപ്പർ പൊട്ടി തെറിച്ചപ്പോൾ മുങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് വാങ്ങി വെക്കാം. ഇനി നൈറ്റ് അതിൻ്റെ ശേഷം ഇവന്മാരൊന്ന് തുറന്നു വിടണം. അങ്ങനെ നൈറ്റായി. ഈ ഭാഗത്തൊരു സോംബി നിൽക്കുന്നുണ്ട്. ഇവനെ ഇതിൻ്റെ മേൽക്കൊന്ന് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഇതിൽ സോംബി ഇല്ല. ഇത് ആർമറൊക്കെ ഉണ്ട് സോംബിക്ക്. അപ്പോൾ ഇവൻ ഡീസ്പോൺ ആവില്ല. പെട്ടെന്ന് ഇവനെ അതിക്ക് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഇവനെ മേൽക്ക് എത്തിച്ച് ട്രാപ്പ് ഡോർ വെച്ചിക്കണ്. അപ്പോൾ ഇവൻ ഇതിൽ ഇറങ്ങേണ്ടതാണ്. ഇറങ്ങിയില്ല. നമ്മൾ വീണ് അതിക്ക് എങ്ങനെയും പുറത്തേക്ക് ഇറങ്ങണം. നമുക്ക് നമ്മളെ കയ്യിൽ ബോട്ടുണ്ട്. ബോട്ട് എടുക്കാം. ഇവനും ഇതിലിറങ്ങി. ബോട്ട് എടുത്ത് ഈ ഭാഗത്ത് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇനി ട്രാപ്പ് ഡോർ പൊട്ടിച്ചു കൊടുക്കണം. പിന്നെ ഇവൻ്റെ തലയിൽ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. അടുത്തത് ഈ വില്ലേജസിനെ ഒന്ന് മേൽക്ക് കയറ്റണം. അതുകൊണ്ട് നമ്മൾ ഈ ബ്ലോക്ക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവന്മാർ കയറി വരേണ്ടതാണ്. അവന്മാർ വരുന്നുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് കയറിയിരിക്കണേ. നമുക്ക് ബാക്കി സ്ലാബ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടുത്തെ ആവശ്യമില്ലാത്ത ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി കൊടുക്കാം. ഒരു സോംബിനെ നമുക്ക് കിട്ടി. ഇവൻ ഡീസ്പോസറിന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഡ് ഇട്ട് കൊടുക്കാം. അവൻ എടുക്കേണ്ടതാണ്. കിട്ടി. നമുക്ക് ഡാമേജ് കിട്ടും. അപ്പോൾ നല്ല സൂക്ഷിച്ചും കണ്ടും വേണം അവനതിക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അവനതിന് കയറി വന്ന് ഈ ബ്ലോക്കൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. അവൻ നല്ല കറക്റ്റായിട്ട് തന്നെ വന്ന് ഇറങ്ങി. നമുക്ക് ഇവൻ്റെ തലേൻ്റെ മേലെ ബ്ലോക്ക് വെക്കണം. ഇപ്പോൾ കൂടുതൽ അയൺ ഗോളം സ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അയൺ ആയിക്കോളും.
ഒരു സ്ഥലത്തും കൂടി നമുക്ക് സോംബിനെ ഇരുത്താണ്ടുണ്ടായിരുന്നത്, അതിന് നമുക്ക് കിട്ടി. രാവിലെ ആയതുകൊണ്ട് മരിക്കാത്ത അവൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കൊടുത്ത പിക്കാസ് അവൻ എടുത്ത്, അപ്പോൾ എന്തായാലും ഡീസ്പോൺ ആവില്ല. ഇനി ഇവനും കൂടി അവിടെ കയറ്റിയിരുത്തിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആയിക്കണേ. അവൻ കറക്റ്റായിട്ട് വന്ന് വീകേണ്ടതാണ്. അതുപോലെ തന്നെ ആയി. ഇനി ഇതിവൻ്റെ തലേൻ്റെ മേലെ ബ്ലോക്ക് വെക്കണം. നല്ല ഹൈറ്റിൽ ചാടുണ്ടല്ലോ. അയ്യോ പുറത്തേക്ക് വന്ന് തട്ടിയിട്ടാൽ മതി. വികടായി ചാടി പെട്ടെന്ന് തന്നെ ബ്ലോക്ക് വെക്കുക, അല്ലെങ്കിൽ ഇവൻ ഇനിയും ചാടും. ഇപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും അയൺ ഗോളം സ്പോണാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അയൺ കിട്ടിക്കോളും. അതിനനുസരിച്ച് നമുക്ക് ടൂൾസ് ആർമറൊക്കെ ഒന്ന് എൻജാൻറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായതിൻ്റെ ശേഷം ഡ്രാഗനെ കൊല്ലാൻ പോകണം. ഇത് 2 ഗോളൊക്കെ ഒരുമിച്ച് സ്പോണാണ്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അയൺ കിട്ടിക്കോളും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് മരിച്ച് വെക്കുമ്പോൾ തന്നെ അടുത്ത് വന്ന് പോകും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അയണും കാര്യങ്ങളൊക്കെ ആവും. നമുക്കിപ്പോൾ ഒരു നോട്ടീഷെല്ലും കൂടി കിട്ടി. അത് ആ വെള്ളത്തിൽ ഡ്രോൺസ് സ്പോണായി വന്ന് വീണതാവും. അങ്ങനെ കിട്ടിയതാണ്. ഈ സാധനം കിട്ടിയത് നന്നായി. ഇത് കുറച്ച് റെയറാണ് കിട്ടാൻ. ഞാൻ ഉറങ്ങി കഴിച്ച് വന്നപ്പോൾ ഇവന്മാർ ഇന്നങ്ങനെ നോക്കിക്കാണ്ട് നിൽക്കണേ. ഇവരെ അറ്റാക്ക് ചെയ്യണമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ നോക്കിക്കാണ്ട് നിൽക്കണേ. വേറെ ഒന്നും ചെയ്യണില്ല. ഞാൻ ഏണ്ട് പോകുമ്പോൾ ഇന്നെ നോക്കണ മാത്രമുണ്ട്. ഇവന്മാരിഞ്ഞ് ഫ്രണ്ട്സ് ആവാൻ വേണ്ടിയിട്ട് വന്നതാ. കണ്ടാ ഒന്നും ചെയ്യണില്ല ഇവന്മാർ. അടുത്തേക്ക് പോയി നോക്കിയാൽ എന്തെങ്കിലും ചെയ്യുമോയെന്നറിയില്ല. കിട്ടി. ഇവന്മാരെന്താ അറിയില്ല, നേരത്തെ നമ്മളെ കാണാൻ ചൊറുക്കൊണ്ട് നോക്കിയെന്നാണെന്ന് അറിയില്ല. ഇനി ഇവന്മാരൊക്കെ ഇവിടുന്ന് തീർക്കാം. ആ ബാനർ ഇട്ടവനെ പ്രത്യേകിച്ച് തീർക്കണം, എന്നാലേ നമുക്ക് പോഷൻ കിട്ടുള്ളൂ. അതന്നെ കംപ്ലീറ്റ് ആക്കി. നമുക്ക് പോഷനും കിട്ടി. ഇവിടെ കിട്ടി. റൈഡ് വിളിക്കാൻ യൂസ് ചെയ്യാം. ഇനി ഇവന്മാരൊക്കെ ഒന്ന് ബ്രീഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ചധികത്തിന് ഇതിന് തീർത്തിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രീഡ് ചെയ്യണം. അങ്ങനെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന വീറ്റൊക്കെ കൊടുത്ത് കുറച്ചധികം അതിനൊക്കെ കിട്ടി. പിന്നെ ഇപ്പോൾ കാണാൻ രസമുള്ള ഇതാണ്, എല്ലാ ബേബീസൊക്കെ വ്യത്യാസം വന്നല്ലോ. അപ്പോൾ ഈ ആട്ടുമുട്ടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ് കാണാനൊക്കെ. ഇതിൽ നല്ല രീതിക്ക് അയൺ കിട്ടുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ കുറച്ച് കൊണ്ട് ഇങ്ങനെ ട്രേഡ് ചെയ്ത് കുറച്ച് മെൻറ്റിംഗ് ബുക്കൊക്കെ വാങ്ങി വെച്ച് ആവശ്യം വരും. ഇതിൽ പെട്ടെന്ന് അയൺകോളൊന്ന് വീകുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.